ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് എൻ്റെ പേരക്കുട്ടിയുടെ മോളുടെ ബർത്ത്ഡേ ആണ്. അതിനുവേണ്ടിയാണ് ഞാനിന്നിവിടെ മാമ്പഴ പായസം ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടുന്ന ചേരുവകളെന്ന് പറയുന്നത് ശർക്കര അര കിലോ പാനിയാക്കി അരിച്ച് വെച്ചിരിക്കുകയാണ്. മാമ്പഴം ഒരു 750 ഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ 1/2 ലിറ്റർ പശുവിൻ പാല്, 1.5 തേങ്ങയുടെ പാല്, നെയ്യ്, 50 ഗ്രാം ചവ്വരി, പൊരിക്കടല, ഏലക്ക, ചുക്ക്, ഉപ്പ്, കശുവണ്ടി, ഉണക്കമുന്തിരി. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോകാം. കത്തിച്ച് ഇതിലോട്ട് വെക്കുകയാണ്. ഇതിലേക്ക് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു നൂല് പരുവാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നൂല് പരുവായിട്ടുണ്ട് ഏകദേശം. ഇനി നമ്മൾ തേങ്ങാപ്പാൽ 2, 3 പാല്, 2-ാം പാലും 3-ാം പാലും ഒരുമിച്ച് ഞാൻ എടുത്തതാണ്, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ നെയ്യിൽ വഴറ്റി വെച്ചിരിക്കുന്ന നല്ല പഴുത്ത മാങ്ങയാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അരച്ച് വേണമെങ്കിലും നമുക്ക് മാങ്ങ അരച്ച് വേണമെങ്കിലും പായസം ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, കാരണം നമുക്ക് നല്ലതാണ്. പല്ലിലൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചവ്വരി ചേർത്ത് കൊടുക്കുകയാണ്. 50 ഗ്രാം ചവ്വരിയാണ്. അത് ഇച്ചിരി പശുവിൻ പാലിൽ അങ്ങോട്ട് ചാലിച്ച് ചേർത്ത് കൊടുക്കാം. കട്ട പിടിക്കാതിരിക്കുകയാണ്. പശുവിൻ പാലിൽ ഇങ്ങനെ ഇളക്കിയിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പശുവിൻ പാൽ ഞാൻ നല്ല വൃത്തിയായിട്ട് കാച്ചി, അത് ഞാൻ പാട എടുത്തതാണ്. നല്ലതുപോലെ കാച്ചിയ പാലാണ്, അതുകൊണ്ട് പിരിയത്തില്ല. ഫ്ലെയിം കുറച്ചിട്ടിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഏകദേശം കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ പശുവിൻ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാൽ ചേർക്കാൻ പറ്റത്തുള്ളൂ. തേങ്ങാപ്പാൽ ചേർത്ത് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് കറക്കി കൊടുക്കണം. അപ്പോൾ ഓഫ് ചെയ്യുകയാണ്. ഇനി തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. ഈ ചൂടിൽ കിടന്ന് തേങ്ങാപ്പാൽ റെഡി ആയിക്കോളും. ഫസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്, ശരിയായിട്ടുണ്ട്. ഇത്രയും ലൂസായിട്ടിരിക്കണം. നമ്മൾ ചവ്വരി ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു 2-3 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേന് ഇത് നന്നായിട്ട് കുറുകും. ഇത്രയും പരുവത്തിന്. ഇനി ബാക്കി ചേർക്കേണ്ട ചേരുവകളെന്ന് പറയുന്നത് ഉണക്കമുന്തിരി വറുത്ത് വെച്ചതാണ്, അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചത്, ഏലക്കായും ചുക്കും പൊടിച്ചത്, ലേശ ഉപ്പ്, കടലപ്പരിപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കടലപ്പരിപ്പ് നമ്മൾ കപ്പലണ്ടി കടയിൽ നിന്ന് മേടിക്കുന്നതാണ്. ഇത് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ പല്ലിലൊക്കെ ഇത് കോരി കുടിക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട്, നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അതാണ് ഞാൻ ഇതിനകത്തോട്ട് അടുത്ത് ചേർക്കുന്നത്. ഇത്രയും മൂക്കാവൂ, കൂടുതൽ മൂത്ത് പോകരുത്. ഇനി അവസാനം നെയ്യ് ചേർക്കുകയാണ് നമ്മൾ. നിങ്ങളുടെ ആവശ്യത്തിന് നെയ്യ് ചേർക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. മുന്തിരി ഉണക്കമുന്തിരി കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതൊരു പുളിയുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. ബാക്കി കശുവണ്ടി എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. മാമ്പഴ പായസം റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നല്ല പായസമാണ്. നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഇനി കാണും വരെയും ബൈ ബൈ.